ഹലോ ഗായ്സ്, അപ്പോൾ അല്ലൂട്ടൻ്റെ തുമ്പമ്മയുടെ നിപ്പ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വല്ല ട്രിപ്പിനും പോവുകയാണെന്നല്ലേ? അല്ല മക്കളേ, അല്ല, ഹോസ്പിറ്റലിൽ പോവുക. പനി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ആ വല്ല അഹങ്കാരം ഉണ്ടോ നോക്കിയേ. വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും ഇല്ല. സലുവേച്ചിനെ വിളിച്ച് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. അല്ലൂട്ടനാണ് പനിക്കുന്നത്. തുമ്പമ്മയ്ക്ക് പനി ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു. അല്ലൂട്ടന് പനി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓന് യൂറിനറി ഇൻഫെക്ഷൻ എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാണിക്കാച്ച് പോവാണ്. വണ്ടി കയറി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ കണ്ട ഇളയമേൻ്റെ ചെരുപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഡ്രസ്സിന് മാച്ചാണ്, അതുകൊണ്ട് ഞാൻ സമാധാനിച്ചു ഗൈസ്. ഞങ്ങളിപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോരോ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ അല്ലൂട്ടനെ തുമ്പിനെ കാണിക്കാൻ ഇവിടേക്ക് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. അവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് കുഞ്ഞൊരു സർജറി ഉണ്ട്. ഡേറ്റ് ഇന്നത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നും അച്ഛൻ്റെ കയ്യിലൊരു ഫിംഗറും തീരെ മടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കുഞ്ഞ് സർജറിയാണ്. അപ്പോൾ അത് ഇന്നാണ് കഴിയുക. നാളെ കഴിഞ്ഞാൽ തിങ്കളാഴ്ച അച്ഛൻ ഡിസ്ചാർജ് ആവും. സോ അമ്മ അച്ഛൻ്റെ അടുത്താണുള്ളത്. ഇവിടെ ഞാനും ഇളയമ്മയും അച്ഛനും മക്കളുമാണുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ സലേച്ചിനെ വിളിച്ചത്. സലേച്ചിയെ വേഗം വരുമ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരാറുണ്ട്. അപ്പോൾ സലേച്ചി വേഗം വന്നു. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും സലേച്ചിനെ വിളിച്ചാൽ വേഗം വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതാ തുമ്പമ്മ ഇരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ കത്തി പറയുന്നുണ്ട് കേട്ടോ സല്ലേച്ചിൻ്റെ അടുത്ത്. ഓട്ടോയിൽ കയറി അല്ലൂട്ടമ്മേനെ ഇരിക്കൂല. അപ്പോൾ നിങ്ങളായിരിക്കും അവനെന്തോ കുരുണ്ടോ? ഇല്ല ഗൈസ്, മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ വേഗം എത്താന്നിട്ട് വിചാരിച്ചിട്ടാണോ എന്തോ എത്ര പറഞ്ഞിട്ട് ചെക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. തുമ്പമ്മ എന്തായി നോക്കണേന്നറിയോ? ഓട്ടോ വെച്ചാൽ ഐ ലവ് യു. ഓട്ടോഷയിൽ ഒരു ഐ ലവ് യു എന്നാണ് നമ്മളെ തുമ്പമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ മോമ ഡോക്ടർ അടുത്തെത്തി. സ്വന്തം തറവാട്ടിൽ വന്നൊരു ഫീലായിരുന്നു അല്ലൂട്ടൻ. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണോണ്ടായിരിക്കും കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു മാസത്തേക്ക് ഒരു ബജറ്റ് ഇട്ടിട്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് അതിലൊരു മെയിൻ ഭാഗം ആശുപത്രി കൊടുക്കാൻ തന്നെയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും വലുതാകുമ്പോഴത്തേക്കും ഞങ്ങൾ ആശുപത്രിക്കാർക്ക് കുറച്ച് ഉണ്ടാക്കും ഗൈസ്. ഡോക്ടറെ കാണിച്ച് മരുന്നും വാങ്ങിയതാ ഞങ്ങൾ പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലോശരി ഇച്ചിരി ഗ്ലൂക്കോസ് പൊടി വാങ്ങി തരുമെന്ന് വെച്ചാൽ അതും കൊടുത്തു. കാരണം കുട്ടിക്ക് കുറച്ച് എനർജി ഉണ്ടായിക്കോട്ടെ ഗൈസ്. വീണ്ടും നമ്മൾ ഓട്ടോറിക്ഷയിൽ. അല്ലുട്ടൻ പഴയതുപോലെ തന്നെ നിന്ന് തന്നെ യാത്ര ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ പോകുന്ന കൊടുവള്ളി സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ചേച്ചി കൊളാബിൻ്റെ വീഡിയോ മാത്രമായിട്ട് പോകരുത് കേട്ടോ, ലോങ് വീഡിയോ ഇടണം. സോ ഇന്നൊരു ലോങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ആ പഴയ വൈബ് മതി, പോസിറ്റീവ് ഓൺലി. അതുകൊണ്ടല്ലേ ആശുപത്രി പോകുമ്പോഴും ഈ ബ്ലാബ്ലാ കേട്ട് നിങ്ങൾ പോകേണ്ടി വരുന്നത്. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. തുമ്പി കാര്യമായിട്ട് എന്തോ ഒരു ആലോചനയിലാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ കുട്ടി തലയിൽ ഇതൊക്കെ വെക്കാൻ സമ്മതിച്ചതെന്നാണ് ഞാനും അത്ഭുതത്തോടെ നോക്കുന്നത്. സാധാരണ ഈ വക ഐറ്റംസ് അവൾ അധികം വെക്കാൻ സമ്മതിക്കാറില്ല. മുടി കെട്ടിക്കൊടുത്താൽ അതുപോലെ നിൽക്കുന്നല്ലാണ്ട്. അങ്ങനെ ഇറങ്ങി ഇതാ രണ്ട് കുട്ടികളും കൂടെ സലുവമ്മയ്ക്ക് ടാറ്റ കൊടുക്കാൻ കേട്ടോ. സലുവേച്ചി വണ്ടി റിട്ടേൺ അടിക്കുമ്പോൾ അവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞ് പോയി വീട്ടിലേക്ക് വന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അമ്മേനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. അച്ഛൻ്റെ സർജറി കഴിഞ്ഞോ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കണം. അച്ഛൻ തിങ്കളാഴ്ച ഡിസ്ചാർജ് ആവും. എന്നിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.